ഹായ് വീവേഴ്സ്, ഗോപുസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നാണെങ്കിൽ ഭയങ്കര മഴ. കോവിഡിൻ്റെ മാനദണ്ഡങ്ങൾ പാലിച്ച് പുറത്തേക്ക് പോകാനും പറ്റില്ല. അപ്പോൾ എല്ലാവർക്കും ഇന്ന് ആ മഴ സമയത്ത് കഴിക്കണം എന്തെങ്കിലും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കച്ചോരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കച്ചോരി നോർത്ത് ഇന്ത്യൻ ഫുഡാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ കൊള്ളാം. ഷെയർ ചെയ്യണം, കമൻ്റൊക്കെ ഇടണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. കച്ചോരിക്ക് വേണ്ടി മസാല തയ്യാറാക്കാനായിട്ട് ഞാൻ 3-4 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇതിനിപ്പോൾ കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ട് വേവിച്ചെടുക്കുക. കഴുകിയ ഉരുളക്കിഴങ്ങ് ഞാൻ കുക്കറിലേക്ക് ഇട്ടു. പുഴുങ്ങിയെടുക്കാനായിട്ടാണ്. സ്വല്പം മഞ്ഞപ്പൊടിയും കൂടി ഇട്ടു. പുഴുങ്ങി കഴിഞ്ഞ് നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ മാറ്റി എടുക്കാം. നമുക്ക് ഞാൻ ഇങ്ങനത്തെ ഒരു കപ്പിൽ 2 കപ്പ് ആട്ട, അത് ഗോതമ്പ് പൊടിയോ ആട്ടാന്ന് അവൈലബിൾ ആയിട്ടുള്ളതോ മൈദയോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം, അത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കാൻ പോവാണ്. കുറച്ച് എണ്ണയും ഇളം ചൂടുവെള്ളവും കൂടെ ചേർത്ത് ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിടുന്നു, ആവശ്യത്തിനുള്ള ഉപ്പിടുന്നു. ഒരു 2 ടീസ്പൂണ് എണ്ണ ഒഴിക്കുന്നുണ്ട്. റിഫൈൻഡ് ഓയിലോ വെളിച്ചെണ്ണയോ എന്തെങ്കിലും ഒഴിക്കാം, ഏതായാലും കുഴപ്പമില്ല. ഇളം ചൂടുവെള്ളം ഒഴിച്ച് ഞാനിത് കുഴച്ചെടുക്കുകയാണ്. ചപ്പാത്തിയുടെ പാകത്തിന് കുഴച്ചെടുക്കും. മാവ് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ 10 മിനിറ്റ് വെക്കുകയാണ്. അപ്പോഴത്തേക്ക് ആ ഉരുളക്കിഴങ്ങ് വേവും. ഉരുളക്കിഴങ്ങ് പുഴുങ്ങി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഉടച്ചെടുക്കാൻ പോകുന്നു. ഇതിങ്ങനെ എടുത്ത് അവി കൊണ്ട് കുത്തിയപ്പോഴത്തേക്ക് അത് ഉടഞ്ഞു, നല്ലോണം വെന്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാൻ പോവാണ്. ഇതിലേക്ക് 2 ഇടത്തരം സബോള അരിഞ്ഞത് ചേർക്കുന്നു. മല്ലിയില ചേർക്കുന്നു. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർക്കുന്നു. 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടെ ചേർക്കുന്നു. പച്ചമുളക് അരിഞ്ഞത് ചേർക്കുന്നു. കസൂരി മേത്തിയും കൂടെ ഇതിലേക്ക് സ്വല്പം ഇടുന്നുണ്ട്. കസൂരി മേത്തി എന്ന് പറഞ്ഞാൽ ഉണങ്ങിയ ഉലുവയുടെ ഇലയാണ്. അത് വാങ്ങിക്കാൻ കിട്ടും സൂപ്പർ മാർക്കറ്റിൽ. 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കുന്നു. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നു. ഇത്രയുമാണ് ഇതിൻ്റെ കൂടെ ചേർക്കുന്നത്. ഇനി ഇത് മിക്സ് ചെയ്യാൻ പോവാണ്. ഇത് നല്ലതായിട്ട് കൈകൊണ്ട് കുഴച്ചെടുക്കണം, എന്നാലേ യോജിപ്പ് വരികയുള്ളൂ. നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചെടുക്കുക. ഇത് നമ്മൾ ഓയിലൊന്നും ഒഴിച്ച് വഴറ്റിയെടുക്കുന്നൊന്നുമില്ല. ഇങ്ങനെ തന്നെയാണ് ഇതിൻ്റെ മസാല അതിൽ ഫില്ല് ചെയ്യാൻ പോകുന്നത്. മസാല റെഡി ആയിട്ടുണ്ട്. ചിലർ ഇതിലേക്ക് മല്ലി ഇടും. ഇവിടെ ആർക്കും മല്ലി അടിക്കുന്ന ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് മല്ലി വേണ്ടാന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് മല്ലി ആഡ് ചെയ്തിട്ടില്ല. ബാക്കിയുള്ള അപ്പോൾ ഇതിൽ നമ്മൾ ചേർത്തത് പുഴുങ്ങിയെടുത്ത ഉരുളക്കിഴങ്ങ് പൊടിച്ചത്, സബോള, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, മല്ലിയില, പിന്നെ കസൂരി മേത്തി, ഉപ്പ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചേർത്താണ് ഇത് കുഴച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് ഉരുട്ടിയെടുത്ത് നമ്മൾ മാവിൻ്റെ ഉള്ളിൽ വെച്ചാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിന് സ്വല്പം മാവ് എടുത്തിട്ട് ഈ വലിപ്പത്തിൽ ഉള്ള ഉരുളയായിട്ട് എടുത്തിട്ട് നമ്മൾ ഇത് പരത്തിയെടുക്കാൻ പോകും. മാവിൽ മുക്കി പൂരിയുടെ വലിപ്പത്തിൽ പരത്തിയെടുത്താൽ മതി. ഈ വലിപ്പം മതി. ഇതിനുള്ളിലേക്ക് നമ്മൾ സ്വല്പം മസാല എടുത്ത് ഇങ്ങനെ വെക്കുന്നു. വെച്ചിട്ട് 4 സൈഡിൽ നിന്നും ഇങ്ങനെ അങ്ങോട്ട് മടക്കുക. മടക്കിയതിന് ശേഷം ഇങ്ങനെ കയ്യിൽ വെച്ച് ഇങ്ങനെ പരത്തിയെടുത്താൽ മതി. ഇനി അങ്ങനെ പറ്റാത്തവർ ഒന്നുകൂടെ ഒന്ന് പലകയെ വെച്ച് ഒന്ന് പരത്തിയെടുക്കുക. അത്രയേ ഉള്ളൂ കാര്യം. ഇതാ ഇങ്ങനെ എടുക്കുക. പൊട്ടരുത്, പൊട്ടാതെ എടുക്കണം. പൊട്ടിക്കഴിഞ്ഞാൽ അത് പുറത്തേക്ക് വരും. കുറച്ച് മസാല ഇങ്ങനെ എടുക്കുന്നു. ഒരെണ്ണം ഞാൻ കാണിച്ചതാണ്, ഒന്നുകൂടെ കാണിച്ചു തരുക. കുറച്ച് മസാല മതി, ഒരുപാട് എടുക്കരുത്. ഇതിനുള്ളിൽ വെച്ചിട്ട് 4 വശത്തു നിന്നും അങ്ങോട്ട് മടക്കുക. മടക്കിയതിന് ശേഷം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ അങ്ങോട്ട് തിരിക്കണം. തിരിച്ചു കഴിഞ്ഞാൽ അധികം മാവ് വരുന്നെങ്കിൽ അതങ്ങോട്ട് മാറ്റാം. ഇതിപ്പോൾ അധികം ഇല്ല, ഞാനങ്ങ് മടക്കി വെച്ചു. എന്നിട്ട് ഇങ്ങനെ
ഇങ്ങനെ പറ്റാത്തവർ ഞാൻ പറഞ്ഞ പോലെ പലകയെ വെച്ച് പരത്തുക. അടുത്തത് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ എല്ലാം ചെയ്തെടുക്കുക. കചോരി എല്ലാം ഫില്ല് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്നു. ഇനി ഞാൻ എണ്ണയിലിട്ട് ഇത് റെഡിയാക്കി എടുക്കാൻ പോവാം. എണ്ണ ചൂടായിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിതെല്ലാം ഇതിലിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇടുക. എണ്ണയിൽ മുങ്ങി കിടക്കണം, എന്നാൽ മാത്രമേ അത് പൊങ്ങി വരുള്ളൂ. രണ്ട് വശവും ഇങ്ങനെ ഇതാ പൊങ്ങി വരുന്നുണ്ട് കചോരി. അതായത് ആദ്യം കുറച്ച് ഫ്ലെയിം കൂട്ടി വെക്കണം, അപ്പോഴേ ഇതിങ്ങനെ പൊങ്ങി വരുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ വെക്കേണ്ടത്. കചോരി ഇതാ എണ്ണയിൽ നിന്ന് ഞാൻ കോരിയെടുത്ത് ടിഷ്യൂ പേപ്പറിലോട്ട് വെക്കുന്നു. ഇങ്ങനെ എല്ലാം എടുക്കുന്നു. സ്വാദിഷ്ടമായ കചോരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ എങ്ങനെ അത് സെർവ് ചെയ്യുന്നതെന്ന് നോക്കാം. ത്രൂ ഔട്ട് ദ വീഡിയോയിൽ മഴയുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. പുറത്ത് ഭയങ്കര മഴയാണ്. ആ റെക്കോർഡിങ്ങിൽ അത് ശബ്ദം വന്നിട്ടുണ്ട്. ടൊമാറ്റോ സോസും കൂട്ടി കഴിക്കാം. ഇത് മറ്റൊരു രീതിയിൽ നമുക്ക് കഴിക്കാം. കചോരി ഇങ്ങനെ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് വേറൊരു രീതിയിൽ ഇത് സെർവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൻ്റെ പുറത്തേക്ക് തൈര് ഒഴിക്കുന്നു. കുറച്ച് ചില്ലി പൗഡർ ഇടുന്നു. കുറച്ച് ചാട്ട് മസാല പൗഡർ ഇതിൻ്റെ പുറത്തേക്ക് സ്പ്രിങ്കിൾ ചെയ്യുന്നു. സബോള അരിഞ്ഞതിടുന്നു. ഗ്രീൻ ചില്ലി അതിൻ്റെ പുറത്തേക്ക് ഇടുന്നു. കുറച്ച് മല്ലിയിലയും കൂടെ ഇതിൻ്റെ പുറത്തേക്ക് തൂകി നമ്മൾ അലങ്കരിക്കുന്നു. ഇങ്ങനെ കഴിക്കുന്നതാണ് സോസിൻ്റെ കൂടെ കഴിക്കുന്നതിന് ഒന്നുകൂടെ ടേസ്റ്റ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കഴിക്കുന്നത്. എല്ലാവരും ഇത് ചെയ്തു നോക്കുക. വളരെ ടേസ്റ്റിയാണ്. രണ്ട് രീതിയിൽ കഴിച്ചാലും അത് ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ ഇതായിരിക്കും ഒന്നുകൂടി ഇഷ്ടം. ഇത് നല്ല ടേസ്റ്റാണ്. രണ്ട് രീതിയിൽ കഴിച്ചാലും സ്വാദിഷ്ടമായ ഒരു വിഭവമാണ്. നോർത്ത് ഇന്ത്യൻ വിഭവമാണിത്. നോർത്തിലെ ഒരു യാത്രക്കിടയ്ക്ക് ഇത് പല സ്ഥലങ്ങളിൽ നിന്ന് കഴിക്കാൻ ഇടയായിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഒരു ഫുഡിനോട് ഇൻട്രസ്റ്റ് വരാൻ തോന്നിയത്. അവരത് ഉണ്ടാക്കുന്നത് വളരെ വളരെ ടേസ്റ്റിയാണ് കേട്ടോ. അവരുടെ ആ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് അതുപോലൊക്കെ ഒത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. കഴിച്ച് നോക്കിയിട്ട് ഇപ്പോൾ ഇവർ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എങ്ങനെയുണ്ടെന്ന് കഴിച്ച് നോക്കിയേ കച്ചോരി. നമ്മൾ നോർത്തിലൊക്കെ പോകുമ്പോൾ കഴിക്കുന്നതല്ലേ, നല്ല ടേസ്റ്റ് അല്ലേ. നന്നായിട്ടുണ്ട്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റുകൾ ഇടുക, ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കച്ചോരി. എല്ലാവരും ചെയ്തും നോക്കുക.